ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അവൽ വടയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് അവലിട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഒരുപാട് അമർത്തി കഴുകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നിൽക്കത്തക്ക വിധത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അവലിന് മെയ്തയിൽ നിൽക്കത്തക്ക വിധത്തിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി കഴിയുമ്പോഴേക്കും അവലിലെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഇത് കയ്യിലെടുത്തിട്ട് കുഴച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ അരിപ്പൊടിയൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു പാകത്തിനാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വേണം കിട്ടാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയ സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, കുറച്ച് മല്ലിയില. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളകൊന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം കൈ ഒന്ന് നനച്ചിട്ട് കുറച്ച് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കയ്യിൽ വെച്ച് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് മറ്റേ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വടയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും തീ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഓരോ വടയും ഇതുപോലെ ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു വശം ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ളു മുരിഞ്ഞ് കിട്ടില്ല. ഇപ്പോൾ ഇത് 2 വശവും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.